നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന ക്യാമ്പ് വ്യാളൂരിൽ സമാപിച്ചു. നിരവധി പദ്ധതികളാണ് ഒരാഴ്ചക്കകം സംഘടിപ്പിച്ചത്. പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാളൂർ GUP സ്കൂളിൽ നടന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഡിസംബർ 21-ന് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഭാഗമായി 7ാം വാർഡിലെ മണക്കാട്ട് അംഗൻവാടി സൗന്ദര്യവൽക്കരിച്ചു. പച്ചക്കറി കൃഷിയിൽ താൽപര്യമുള്ള 25 വീടുകളിലായി 250 അധികം പച്ചക്കറി തൈകൾ ഗ്രോബാഗിൽ നൽകി. കൂടാതെ 50 വീടുകളിൽ എന്റെ ഭൂമി എന്ന പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി തുണിസഞ്ചികൾ നിർമ്മിച്ച് വിതരണം ചെയ്തു. വാളൂർ കനാൽ റോഡ് ശുചീകരണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ, ഡിജിറ്റൽ സാക്ഷരതാ ബോധവൽക്കരണം, നേതൃത്വ പരിശീലനം, പ്രകൃതി സംരക്ഷണ ക്ലാസുകൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കഴിഞ്ഞ 7 ദിവസത്തെ ക്യാമ്പ് നല്ലൊരു അനുഭവമായി മാറിയതായി ക്യാമ്പ് അംഗങ്ങളും ക്യാമ്പ് ഡയറക്ടറും പറഞ്ഞു. ഞങ്ങൾ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ്. ഞങ്ങളുടെ ക്യാമ്പ് 21-ാം തീയതി വാളൂർ GUP സ്കൂളിൽ നിന്ന് ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ വിവിധ സെക്ഷനുകളിലൂടെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ലൊരു അനുഭവമാണ് ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായത്. ആദ്യത്തെ ദിവസം കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കൂടുന്തോറും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നമ്മുടെ ഓരോ വളണ്ടിയേഴ്സും പങ്കെടുത്തിരുന്നത്. അങ്ങനെ അതിൽ ഏറ്റവും മികച്ച ഞങ്ങൾ ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റായിരുന്നു ഈ അംഗനവാടി ഒന്ന് വൃത്തിയാക്കുക, മോടി പിടിപ്പിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റും അത് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഓരോരോ ദിവസവും രാത്രി വിവിധ പരിപാടികളടങ്ങുന്ന കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടേറെ നാട്ടുകാരും രക്ഷിതാക്കളൊക്കെ നമ്മളതിൽ പങ്കെടുത്തു. അതിൽ വളരെ ഇതിലാണ് ഞങ്ങളിപ്പോൾ ഈ ക്യാമ്പ് വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മനസ്സ് നന്നാവട്ടെ. ഞങ്ങൾ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 21-നായിരുന്നു. 21 to 27 ആയിരുന്നു നമ്മളുടെ ക്യാമ്പ്. അപ്പം നമ്മൾ കുറേ പ്രോജക്ട്സ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ എല്ലാ ഓരോ വീടുകളിലേക്കും 8 ഗ്രോ ബാഗുകളിൽ ഓരോ വീട്ടുകാർക്കും പച്ചക്കറികൾ കൊടുത്തു. മനസ്സെന്നാവട്ടെ, നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പിൽ നിരവധി പദ്ധതികളും അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സുഹൃത കേരളം എന്നുള്ള പ്രൊജക്റ്റായിരുന്നു. ഇത് പ്രകാരം ഞങ്ങൾ ഈ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ മണക്കാട്ട് അംഗൻവാടി സൗന്ദര്യവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത്. നിരവധി കുട്ടികൾക്ക്, വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആകർഷകമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ട് അവരുടെ പഠനാന്തരീക്ഷം കൂടുതൽ സന്തോഷം ആക്കി മാറ്റുന്ന തരത്തിലുള്ള സൗന്ദര്യവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഈ അംഗൻവാടിയിൽ നിർവഹിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പദ്ധതികളാണ് ഈ സപ്തദിന സഹവാസ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് 50 വീടുകളിൽ തുണിസഞ്ചി വിതരണം, അതോടൊപ്പം തന്നെ 25 വീടുകളിൽ ഏകദേശം 250ഓളം പച്ചക്കറി തൈകൾ ഗ്രോബാഗിൽ വെച്ച് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ, ഓൺലൈൻ ബാങ്കിങ്, അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണമായിട്ടുള്ള, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നിട്ടുള്ള പരിപാടികൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു പ്രൊജക്റ്റ് ഈ സുഹൃത കേരളം എന്നുള്ള ഈ പ്രൊജക്റ്റാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പിംഗ് സ്കൂളിൻ്റെ സമീപത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനം ഏറ്റെടുക്കുകയും അവിടെ ശുചീകരണവും അതോടൊപ്പം തന്നെ അതിൻ്റെ സൗന്ദര്യവൽക്കരണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അത്തരത്തിൽ ഞങ്ങൾ ഈ അംഗൻവാടി തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഏറ്റവും മനോഹരമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചടങ്ങ് വാർഡ് മെമ്പർ ഷിനി TV ഉദ്ഘാടനം ചെയ്തു. റഷീദ് ചെക്യാലത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ കെ സമീർ, മാധവൻ, മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാർവണ GS സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൃഷ്ണജിത്ത് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.